വെൽക്കം ടു ഡയറ്റ് ലാബ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈഡ്രോനെഫ്രോസിസിൻ്റെ ഡയറ്റിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡയറ്റ് ലാബ് ലണ്ടനിൽ ഒരു ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേൾഡ് വൈഡായിട്ട് എവിടെ നിന്നാണെങ്കിലും കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം എൻ്റെ വെബ്സൈറ്റിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ വാട്സപ്പായിട്ടോ അതിലെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടോ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനുള്ള സൗകര്യവും അതിൽ ഓപ്പൺ ആണ്. ഹൈഡ്രോനെഫ്രോസിസ് ഒരുപാട് പേർക്കും കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഹൈഡ്രോനെഫ്രോസിസ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നിയിൽ നിന്ന് യൂറിൻ കറക്റ്റായിട്ട് പുറത്തേക്ക് പോകാതിരിക്കുമ്പോൾ കിഡ്നിക്ക് സ്വെല്ലിംഗ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹൈഡ്രോനെഫ്രോസിസ് അല്ലെങ്കിൽ വൃക്ക വീക്കം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈ ഒരു കണ്ടീഷൻ നമ്മുടെ 2 കിഡ്നിക്കും എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഒരു കിഡ്നിയിലായിരിക്കാം ചിലപ്പോൾ വരുന്നത്, ചിലവർക്ക് 2 കിഡ്നിയിലും ആവാൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് യൂറിൻ പോകുമ്പോൾ ഹെവി ആയിട്ടുള്ള പെയിൻ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ അടിവയറ്റിലുള്ള വേദന, യൂറിനകത്ത് ബ്ലഡ് കാണുക, ഭയങ്കരമായ ക്ഷീണം. ഇതിൻ്റെ ഒരു കോസസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ ചിലപ്പോൾ സ്റ്റോൺ ഉള്ളതുകൊണ്ടാവാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ളതുകൊണ്ടാവാം, ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സോ സെർവിക് ക്യാൻസേഴ്സോ ഒക്കെ ഉള്ളതുകൊണ്ടാവാം. ഈ ഒരു കണ്ടീഷന് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഡയറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെ പോവുക. മെയിനായിട്ട് അമിതമായ ഉപ്പടങ്ങിയ ആഹാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഉപ്പിലിട്ട ഐറ്റംസ്, അച്ചാറുകൾ, പപ്പടം, സോസസ്, ചിപ്സ് ഐറ്റംസ് എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് സോഡിയത്തിൻ്റെ അളവുള്ളത് കൊണ്ട് നമ്മുടെ കിഡ്നിയുടെ സ്വെല്ലിങ്ങിന് കൂടുതലായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഈ ഒരു കണ്ടീഷനുള്ളവർ പ്രോട്ടീൻ്റെ ഐറ്റംസ് എല്ലാം വളരെയധികം ലിമിറ്റ് ചെയ്ത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ പൾസസിനകത്തെല്ലാം തന്നെ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ടും ലീച്ചിങ് പ്രോസസ്സിലൂടെ തന്നെ ഇത് നമ്മൾ കഴിക്കുക. ലീച്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഒരു കണ്ടീഷനുള്ളവർ പയറോ കടലയോ പരിപ്പോ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അടുത്ത ദിവസം രാവിലെ അത് കറി വെക്കുന്ന ടൈമിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 2-3 തവണ അത് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം അത് കറി വെച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്നത് അതിനകത്തുള്ള പൊട്ടാസ്യം പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലീച്ചിങ് മെത്തേഡിലൂടെ നമുക്ക് പൊട്ടാസ്യം പോയി കഴിഞ്ഞാൽ പിന്നീട് അത് കറി വെച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് വളരെ ലിമിറ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. ഫിഷസും അതുപോലെ തന്നെ എഗ്ഗ്, ലീൻ മീറ്റൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം ലിമിറ്റ് ചെയ്ത് മാത്രം തന്നെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഹൈ പൊട്ടാസ്യം ആയിട്ടുള്ള ഫുഡുകളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. ഇത് നമുക്ക് സ്വെല്ലിംഗ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറ്റിൽ മസ്റ്റായിട്ടും പൊട്ടാസ്യം അടങ്ങിയ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. മെയിനായിട്ട് ആപ്രിക്കോട്ട്സ് അവോയ്ഡ് ചെയ്യുക, പേരയ്ക്ക് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, കിവി ഫ്രൂട്ടും പ്ലംസും അവോയ്ഡ് ചെയ്യേണ്ടതാണ്, പിന്നെ അംല അവോയ്ഡ് ചെയ്യുക, ബനാനാസും അവക്കാഡോസും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പൊട്ടറ്റോസിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ബോയിൽ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് പൊട്ടാസ്യം കുറച്ച് നഷ്ടപ്പെടും. എന്നാലും നമ്മുടെ ഡയറ്റിൽ വളരെയധികം ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്ത് പോകുന്നതാണ് കിഴങ്ങ്. അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോസ് അവോയ്ഡ് ചെയ്യുക, കപ്പ അവോയ്ഡ് ചെയ്യേണ്ടതാണ്, ചേന, യാമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുക, പിന്നെ പ്ലാന്റെയിൻ, പച്ചയേത്തയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് ഹൈ ഓക്സലേറ്റ്സ് അടങ്ങിയ എല്ലാ ഫുഡ് ഐറ്റംസും ഒഴിവാക്കേണ്ടതാണ്. മെയിനായിട്ട് സോയ പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക, ചീരയുടെ ഐറ്റംസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, ചീര, മുരിങ്ങയില അങ്ങനെ എല്ലാ ഐറ്റംസും അവോയ്ഡ് ചെയ്യുക. റുബാർബ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നട്ട്സ് ഐറ്റംസ് മെയിനായിട്ട് കാഷ്യൂനട്ട്, ബദാം, പിസ്ത അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവോയ്ഡ് ചെയ്യുക. കാരണം ഇതിലെല്ലാം ധാരാളമായിട്ട് ഓക്സലേറ്റ്സും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഹൈഡ്രോനെഫ്രോസിസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കിഡ്നി സ്റ്റോൺ ഒരു കാരണമാകാം. അതുകൊണ്ട് ഈ ഐറ്റംസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് ടൊമാറ്റോസ് അവോയ്ഡ് ചെയ്യുക, ബീട്രൂട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. മെയിനായിട്ട് റൈസിൻസ്, ഡേറ്റ്സ്, ഫിഗ്, പ്രൂൺസ് അതായത് ഉണങ്ങിയ പ്ലംസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഹൈഡ്രോനെഫ്രോസിസ് ഉള്ളവർ കാൽഷ്യം മോഡറേറ്റ് ലെവലിൽ തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂസ് ചെയ്യുമ്പം ലോ ഫാറ്റ് ആയിട്ടുള്ള യോഗട്ട് സെലക്ട് ചെയ്യുക, ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലോ ഫാറ്റുള്ള ചീസും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് വേണമെങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. റാഗി ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, കാരണം ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ക്വിനോവയും ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, ഇതിലും ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്.
ചോക്ലേറ്റ്സിൽ ധാരാളമായിട്ട് ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ കൊക്കോ പൗഡേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഹൈഡ്രോനെഫ്രോസിസ് ഉള്ളവർ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റം ഒക്കെ ലിമിറ്റ് ചെയ്യുകയും അവോയ്ഡ് ചെയ്ത് പോവുക തന്നെ വേണം. നമ്മുടെ കിഡ്നി ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെ പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം തന്നെ ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.